വെനിസ്വേലയിൽ കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായ ഇരട്ട ഭൂകമ്പങ്ങൾ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മാറിയിരിക്കുകയാണ്. മരണസംഖ്യ 920 കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 50,000-ലധികം ആളുകളെ കാണാതായി. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തക സംഘങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക സംവിധാനങ്ങൾ വൈകുന്നതിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഭൂകമ്പത്തെ അതിജീവിച്ചവർ തന്നെ നേരിട്ട് തെരച്ചിൽ ആരംഭിച്ചു. ബുധനാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 6 മണിയോടെയാണ് റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത്. ഇതിന് പിന്നാലെ 39 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 7.5 തീവ്രതയുള്ള രണ്ടാമത്തെ ഭൂകമ്പം കൂടി ഉണ്ടായി. രണ്ടാമത്തെ ഭൂകമ്പം ആദ്യത്തേതിനേക്കാൾ 3 ഇരട്ടി ശക്തമായിരുന്നുവെന്ന് US ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ചു. ഇത്രയും വലിയ 2 ഭൂചലനങ്ങൾ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഒരേ സ്ഥലത്തുണ്ടാകുന്നത് അപൂർവമാണെന്നും ഇതാണ് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. വെനിസ്വേല ഇത്രയധികം ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമാകാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളതെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തിന്റെ സങ്കീർണമായ ഭൗമപാളികളുടെ സ്ഥാനവും ഭൂകമ്പങ്ങളുടെ ആഴക്കുറവുമാണവ. വെനിസ്വേലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും സൗത്ത് അമേരിക്കൻ പ്ലേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വടക്കൻ തീരപ്രദേശങ്ങളും കരീബിയൻ ദ്വീപുകളും കരീബിയൻ പ്ലേറ്റും സൗത്ത് അമേരിക്കൻ പ്ലേറ്റും തമ്മിൽ നിരന്തരം ഉരസുന്ന സജീവമായ അതിർത്തിയിലാണ് നിലകൊള്ളുന്നത്. ഈ 2 കൂറ്റൻ ഭൗമപാളികൾ തമ്മിൽ വർഷത്തിൽ ഏകദേശം 20 മില്ലിമീറ്റർ എന്ന തോതിൽ ചലിക്കുന്നുണ്ട്. ഈ നിരന്തരമായ ടെക്ടോണിക് വടംവലി ഭൂവൽക്കത്തിൽ സമ്മർദ്ദമുണ്ടാക്കുന്നു. ഈ സമ്മർദ്ദം പുറത്തുവിടുന്നത് പ്രധാനമായും ബോക്കോണോ ഫോൾട്ട് പോലുള്ള വലിയ ഭ്രംശരേഖകളിലൂടെയാണ്. വെനിസ്വേലയിലെ ജനസംഖ്യയുടെ ഏകദേശം 80% ഇത്തരം സജീവമായ ഭൂകമ്പ മേഖലകളിലാണ് താമസിക്കുന്നത് എന്നത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. വെനിസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും സമീപ പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടമാണ് ഭൂകമ്പം വിതച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെനിസ്വേലയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ സഹായമെത്താൻ വൈകുന്നതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ദുരന്തബാധിത മേഖലകളിലെ ജനങ്ങൾ സ്വയം രക്ഷാസംഘങ്ങളായി തിരിഞ്ഞ് വെറും കൈകൾ കൊണ്ടും ലളിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചും അവശിഷ്ടങ്ങൾ നീക്കി പ്രിയപ്പെട്ടവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ശക്തമായ ഭൂകമ്പത്തിന് ശേഷമുള്ള ആദ്യത്തെ 48 മുതൽ 72 മണിക്കൂറുകളാണ് ആളുകളെ ജീവനോട് രക്ഷപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമെന്ന് ദുരന്ത നിവാരണ വിദഗ്ധർ പറയുന്നു. ഈ സമയം കഴിഞ്ഞാൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ അതിജീവനം അസാധ്യമായി മാറും. ദുരന്തമേഖലയിലെ അനിയന്ത്രിതമായ ഗതാഗതവും ജനക്കൂട്ടവും ബഹളവും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടി വെള്ളിയാഴ്ച രാത്രിയോടെ അധികൃതർ ഇവിടേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിച്ചു. പ്രത്യേക അനുമതി ഉള്ളവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ എന്ന് വ്യക്തമാക്കിയെങ്കിലും ഈ അനുമതി എങ്ങനെ ലഭ്യമാക്കുമെന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. അവശ്യവസ്തുക്കൾക്കായി പലചരക്ക് കടകൾക്കും ഫാർമസികൾക്കും ഭക്ഷണ വാഹനങ്ങൾക്കും മുന്നിൽ ജനങ്ങളുടെ നീണ്ട ക്യൂവാണ് ദൃശ്യമാകുന്നത്. വിമാനത്താവളത്തിന് സമീപമുള്ള കാറ്റിയ ലാമാർ എന്ന പ്രദേശത്ത് ഭക്ഷണവും ടോയ്ലറ്റ് പേപ്പറും ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങൾക്കായി ജനങ്ങൾ കടകൾ കൊള്ളയടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ലെഡ്ജ് ഹാമറുകളും പവർ ടൂളുകളും ഉപയോഗിച്ച് കോൺക്രീറ്റ് പാളികൾ തകർത്ത് കുടുങ്ങിക്കിടക്കുന്നവരിലേക്ക് എത്താൻ സന്നദ്ധ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്, എൽ സാൽവഡോർ, സ്വിറ്റ്സർലൻഡ്, കൊളംബിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള 861 അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തകർ നിലവിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ടെന്നാണ് വെനിസ്വേലൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തിച്ചേരും. ദുരിതാശ്വാസ സഹായങ്ങളുമായി ബന്ധപ്പെട്ട് വെനിസ്വേലൻ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായും സംസാരിച്ചു. ഇന്ത്യ, ചൈന, ബ്രസീൽ, ഇറാൻ എന്നീ രാജ്യങ്ങളും സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വെനിസ്വേലയിലെ നാശനഷ്ടങ്ങളിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി.